ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ സത്യം പറഞ്ഞ പേടിയാവോ? സുകുമാരി അമ്മേനെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്ന് ആർക്കറിയാം? വരുണിന്റെ പേരിൽ ഇനിയൊരു കേസ് വരുന്ന ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ എത്ര തവണയായി കണിമംഗലത്ത് പോലീസും കേസും ഒക്കെ ആയിട്ട് പോയി നാട്ടുകാരുടെ മുമ്പില് കണിമംഗലം ഇനി പരിഹസിക്കപ്പെടുന്ന അവസ്ഥയാവും. അമ്മ തൽക്കാലം മുത്തശ്ശി കേൾക്കണ്ട. ഇനി അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ. അല്ല, ഇതെങ്ങോട്ട് പോവാ? അതെ, എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യങ്ങളൊക്കെ അങ്ങ് പറയാം. പിന്നെ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാം. എന്താ ഈ പറയുന്നേ? നേരത്തെ സൂര്യ സംസാരിച്ചതല്ലേ? നാളെ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാന്ന് പറഞ്ഞതല്ലേ? ഓ, അതൊന്നും വേണ്ട. നിങ്ങളൊക്കെ ഒരു തീരുമാനം പറയുമ്പോ നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമല്ലേ പറയൂ. അല്ലാതെ എനിക്കും എന്റെ കൊച്ചുമോക്കും വേണ്ടി ഒന്നും പറയത്തില്ലല്ലോ. പറയുവോ പത്മിനി? ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിവരം പറഞ്ഞ നാളെ ഡോക്ടറോട് സംസാരിച്ചിട്ട് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യാം. ഇങ്ങനെ കിടക്കുന്ന കിടപ്പിൽ അവൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലും അവളെ ഈ രീതിയിലാക്കി ആളുകളെ ശിക്ഷിക്കുമെന്നേ എനിക്ക് ഉറപ്പ് വേണമല്ലോ. പോവല്ലേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. സുകുമാരി അമ്മ ഒന്ന് ഇവിടെ ഇരുന്നേ. വാ വാ വാ, ഇരിക്കും. സുകുമാരി അമ്മയ്ക്ക് എന്താ വേണ്ടത് അത് പറ. ഓ, കാശും പടവും ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് എന്റെ കൊച്ചിന്റെ ഭാവിയാ പ്രശ്നം. ദേ, ഈ നിൽക്കുന്നവളുണ്ടല്ലോ രാധിക, ഇവള് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ രാത്രി തന്നെ പരിഹരിക്കാം. ഞാനെന്താ ചെയ്യേണ്ടത്? മുത്തശ്ശി പറഞ്ഞോളൂ. നീയേ വരുണിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണം. വരുണും വരുണിന്റെ ഭാര്യയായ പ്രിയങ്കയും ഒരുമിച്ച് ജീവിക്കട്ടെ. അതെങ്ങനെയാ സുകുമാരിയമ്മേ? അത് നടക്കില്ല. നടക്കില്ല എന്ന് പറയുന്നതേ ഉറപ്പാണോ? വരുണിന്റെ അധികം തമ്മിലുള്ള ബന്ധം ഞാൻ പറയാതെ സുകുമാരിയമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? എന്റെ കൊച്ചുമോള് വീട്ടിൽ നിന്ന് പോയപ്പോ എല്ലാവരും കൂടി ഉണ്ടാക്കിയെടുത്ത ബന്ധമല്ലേ? എന്നെ ഭ്രാന്തി എന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഒരു മുറിയിലിട്ട് പൂട്ടിയിട്ട് നടത്തിയ താലികെട്ട്. അതെ, നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല. എനിക്കതിലൊട്ട് വിശ്വാസവുമില്ല. സംഗതി ഇവളെ പറഞ്ഞു വിടുമ്പോ ചെറിയൊരു വിഷമം ഉണ്ടാകും. പക്ഷേ പരമേശ്വരനും പത്മിനിയും കൂടി മനസ്സറിഞ്ഞു എന്ന് പറഞ്ഞ ഇവളിറങ്ങും. ഇല്ലേടി കൊച്ചേ? ഈ ഒരു ആവശ്യം അല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല. ഇത് ഇപ്പൊ പത്മിനി സമ്മതിച്ച ഇതോടെ നമ്മുടെ പ്രശ്നം ഇവിടെ തീർന്നു.